എല്ലാവർക്കും നിദ്ര ടോക്സിലേക്ക് സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ചായക്കടയിൽ വെച്ചിട്ട് നമ്മളെ സുനന്ദയ്ക്ക് കല്യാണം അന്വേഷിച്ചിരുന്ന ആൾക്കാർ നമ്മളെ ഭാസ്കരനച്ഛനെ കാണാനിടയായില്ലേ. അപ്പോൾ തേടിയ വെള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഭാസ്കരനച്ഛനെ കിട്ടിയ ചാൻസിൽ അതൊന്ന് മുടക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മളെ ധനശേഖരൻ്റെ കുടുംബത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു അവരോട്. കൃത്യസമയത്ത് തന്നെ സുഭാഷേട്ടൻ അവിടെ എത്തുകയും അത് ക്ലിയർ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഭാസ്കരനച്ഛനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് സുഭാഷേട്ടൻ. വീട്ടിലേക്ക് എത്തിയ ഭാസ്കരനച്ഛനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കിട്ടിയ ചാൻസ് ആയിരുന്നു, ഇത്രയും ഒക്കെ ചെയ്തിട്ടും അവൻ അവരെക്കുറിച്ച് നല്ലതാണല്ലോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മളെ നികേഷും നിധിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അച്ഛനത് എന്ത് പറ്റി, എന്താ ഈ പറയുന്നത് എന്നുള്ളത്. അപ്പം നികേഷ് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വലിയ കാര്യമാക്കില്ല. അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനൊന്നും കാര്യമാക്കില്ല. അപ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആരെക്കുറിച്ചായി പറയുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മൂത്ത പുത്രനില്ലേ സുഭാഷ് ചന്ദ്രബോസ്, അതിനെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത് ഭാസ്കരനച്ഛന് ഒട്ടും ഇഷ്ടമായില്ല. എന്തായാലും ഒന്നില്ലെങ്കിലും അവരെ സ്റ്റേഷനിൽ വരെ കയറ്റിയ ആൾക്കാരല്ലേ, അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ? അപ്പോൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഭാസ്കരനച്ഛൻ ചോദിക്കുന്നത്. എന്തായാലും നിധിക്ക് കാര്യം മനസ്സിലായി. കല്യാണം അന്വേഷിക്കാൻ വന്ന ആൾ നമ്മളെ ഭാസ്കരനച്ഛനെ അടുത്തെത്തുകയും ഭാസ്കരനച്ഛൻ അത് കൊളാക്കാൻ നോക്കിയപ്പം സുഭാഷ് ചേട്ടൻ അതിന് സമ്മതിച്ചും ചെയ്തില്ല. അതാണ് ഉണ്ടായത്. അപ്പം നമ്മളെ ഭാസ്കരനച്ഛനാണെങ്കിൽ സുഭാഷ് ചേട്ടനെ കുറിച്ച് വളരെ മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എന്തിനാ അത്ര പാവമായത്, ലളിത അങ്ങനെയാണ്, ലളിത ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടാ എന്ന് വിളിച്ചിട്ട് നമ്മളെ സുനന്ദ അങ്ങോട്ടും ഇടയ്ക്ക് വരാറുണ്ടല്ലോ. അപ്പോൾ അവളുടെ കാര്യവും നമ്മളെ ഭാസ്കരനച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുഭാഷ് ചേട്ടനെ പറ്റി ഭയങ്കര രസകരമായിട്ടാണ് നമ്മളെ ഭാസ്കരനച്ഛൻ അവിടെ ചീത്തയൊക്കെ വിളിക്കുന്നത്. കേട്ടിരിക്കാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിധിക്ക് എന്തോ സുഭാഷ് ചേട്ടൻ ആ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആവായിരുന്നു തോന്നുന്നുണ്ട്. കാരണം ഒന്നില്ലെങ്കിലും സുഭാഷ് ചേട്ടനെയും അനിയന്മാരെയും സ്റ്റേഷനിൽ കയറ്റിയ ആൾക്കാരല്ലേ. അത് മാത്രമല്ല ഈ കുടുംബത്തെക്കുറിച്ച് അവരൊക്കെ എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ അവരെക്കുറിച്ച് ഇത്ര നല്ലത് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്, ഇത്രയ്ക്ക് പാവം ആവേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നികേഷിനോട്. നിങ്ങളെ സുഭാഷ് ചേട്ടൻ ഇത്രയ്ക്ക് പാവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നികേഷ് പറയുന്നുണ്ട്, സുനന്ദേച്ചിയുടെ ഭാവി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ സുഭാഷ് ചേട്ടൻ അങ്ങനെ ചെയ്തത്. സുഭാഷ് ചേട്ടൻ അങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ, സുഭാഷ് ചേട്ടൻ അത്രയ്ക്ക് പാവാണെന്നൊക്കെ നമ്മൾ നികേഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഭാസ്കരനച്ഛൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങേര് വീണ്ടും ഇങ്ങനെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെ ഒരു മോങ്ങാനാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്, ഈ കുടുംബത്തെക്കുറിച്ച് അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യമെങ്കിലും അവരെക്കുറിച്ചുള്ളത് പറയണ്ട, അതല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അവനിപ്പോൾ എന്നെ മാറ്റി നിർത്തി അവരോട് ആ കുടുംബത്തെക്കുറിച്ച് നല്ലത് പറയുകയും ചെയ്തു, എന്നെ അവിടുന്ന് ചീത്ത വിളിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. ഇതല്ലേ അവൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഭാസ്കരനച്ഛൻ അകത്തേക്ക് കയറി പോവുകട്ടെ ചെയ്യുന്നത്. നമ്മളെ നികേഷിനോടാണെങ്കിൽ നിധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടൻ്റെ കാര്യം. സുഭാഷ് ചേട്ടൻ ഇത്ര പാവമായി പോയല്ലോ, എന്താ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ആയിപ്പോയതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നികേഷ് ആണെങ്കിലും സുഭാഷ് ചേട്ടനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത്. സുഭാഷ് ചേട്ടൻ ഇങ്ങനെ തന്നെയാണ്, വളരെ പാവമാണ്, ആർക്കും നല്ലതല്ലാതെ ഒന്നും വരരുതെന്ന് ആ മനസ്സിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിധിക്കാണെങ്കിലും ഒരു അയ്യോ പാവം, എന്ത് നല്ല മനുഷ്യൻ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടോ. ആദ്യം നിധിക്ക് സുഭാഷ് ചേട്ടനെ ഒരു ചേട്ടനെ പോലെയുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയുന്നത് കേട്ടിട്ട് വീണ്ടും നമ്മളെ ഭാസ്കരനച്ഛൻ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം നിധിയാണെങ്കിലും അച്ഛൻ്റെ ഭാഗത്താണ് ഈ കാര്യത്തിൽ. കാരണം സുഭാഷ് ചേട്ടൻ അവരോട് കുറച്ചൊക്കെ ഉള്ള കാര്യം സത്യം പോലെ പറയായിരുന്നു, ഇങ്ങനെ എത്ര പാവമായി നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും പുറത്തേക്ക് വന്നിട്ട് അതിന് ഏറ്റു പറയുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി സുനന്ദയുടെ കല്യാണം മുടങ്ങുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ മുടങ്ങില്ലായിരിക്കും. കാരണം സുഭാഷ് ചേട്ടൻ എന്തായാലും അവരെക്കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛൻ കുടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ ആ കുടുംബത്തിന് മോശമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ മുടങ്ങില്ലായിരിക്കും. എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.